ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സമവായ നീക്കത്തിന് വീണ്ടും സർക്കാർ. മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദുവും പി രാജീവും ഗവർണറെ കാണുകയാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലെത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിച്ചാണ് മന്ത്രിമാർ ഗവർണറെ കാണുന്നത്. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ നടത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി നിയമനം നടത്തുമെന്നുള്ള വാക്കുകൾ വരെ ഉപയോഗിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമവായ നീക്കം എന്നറിയുന്നു. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്? ജിൽസി പറഞ്ഞതുപോലെ സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാരിനെയും ഗവർണറെയും വിമർശിച്ചത്. അതുകൊണ്ടാണ് ഒരു സമവായ ശ്രമം രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമവായ ശ്രമത്തിന് വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും ഇപ്പോൾ ഗവർണറുമായിട്ട് ലോക് ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. എന്തായിരിക്കും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാട്ടം ഏത് രീതിയിൽ പോകുമെന്ന് അറിയേണ്ടത്. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഈ സമവായ ശ്രമവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുരോഗതി അറിയിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഇന്നലെ അത് നടന്നില്ല. തുടർന്ന് ഇന്നിപ്പോൾ ഈ ഒരു സമവായ ശ്രമം നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുകയാണ്. നാളെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഗവർണർക്കും സർക്കാരിനും പറയാനുള്ളത് എന്നുള്ള കാര്യത്തിന്മേലാണ് ചർച്ച നടക്കുന്നത്. ഒരുപക്ഷെ ഈ ചർച്ച പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നടത്തിയെന്ന് സർക്കാരിനും പറയാൻ കഴിയും, ഗവർണറുടെ ഭാഗത്തു നിന്ന് ഗവർണറിനും പറയാൻ കഴിയും. സുപ്രീം കോടതി തന്നെ ഒരു സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുള്ള ഒരു പട്ടികയാണ് സർക്കാരിനും ഗവർണർക്കും കൈമാറിയത്. അതിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരുടെ മുൻഗണനാ ക്രമത്തിൽ ലിസ്റ്റ് നൽകാൻ വേണ്ടി സർക്കാരിനോടും അതുപോലെ ഗവർണറോടും പറഞ്ഞിരുന്നു. അതിൽ മുഖ്യമന്ത്രി നൽകിയത് ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് സജി ഗോപിനാഥിന്റെ പേരും അതേപോലെ സാങ്കേതിക സർവകലാശാലയിലേക്ക് സതീഷ് കുമാറിന്റെ പേരുമാണ് നൽകിയത്. അപ്പുറത്താണെങ്കിൽ ഗവർണർ സിസ തോമസിന്റെയും അതേപോലെ പ്രിയ ചന്ദ്രന്റെയും പേരാണ് ഗവർണർ നൽകിയത്. ഇതിൽ സിസ തോമസിനോട് കടുത്ത എതിർപ്പാണ് സർക്കാരിനുള്ളത്. മറുഭാഗത്ത് സജി ഗോപിനാഥിനെ അംഗീകരിക്കാൻ ഗവർണറും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഇരുവരെയും കൈവിട്ടുകൊണ്ട് ഒരു സമവായ ശ്രമം രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും വരുമോ എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും അറിയേണ്ടത്. സിസ തോമസിനെ കൈവിടാൻ ഗവർണർ തയ്യാറാകുമോ, സജി ഗോപിനാഥിനെ കൈവിടാൻ സർക്കാരും തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അതിൽ സമവായ ശ്രമം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോരാട്ടം തുടരുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിക്ക് തന്നെ നേരിട്ട് ഡിജിറ്റൽ സർവകലാശാലയിലേക്കും അതേപോലെ സാങ്കേതിക സർവകലാശാലയിലേക്കും VCയെ നിയമിക്കേണ്ട ഒരു സ്ഥിതി വരും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായാൽ അത് സർക്കാരിനും ദോഷം ചെയ്യും, അതുപോലെ തന്നെ ഗവർണർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് ആ രീതിയിലേക്ക് സുപ്രീം കോടതി ചെന്നുകൊണ്ട് എത്തിക്കുന്നതിന് പകരം ഇന്നത്തെ ഈ ചർച്ചയിൽ ഒരു സമവായ ശ്രമം എത്തിക്കാനായിരിക്കും ഇരുവരും ശ്രമിക്കുക. നമുക്കറിയാം ഗവർണറുടെ ഒരു ഭാഷ്യം എങ്ങനെയാണുള്ളത്. ഈ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒക്കെ വരുമ്പോൾ തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുന്ന രീതിയാണ് ഗവർണർ കാണിക്കുന്നത്. പക്ഷേ അതിനുശേഷം നിലപാടെടുക്കുന്ന ഘട്ടത്തുമ്പോഴേക്കും കടുത്ത നിലപാട് സമവായ ശ്രമം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. തീർച്ചയായിട്ടും അതെ.